ഇപ്പോൾ പാണഞ്ചേരി പഞ്ചായത്തിലെ പൈപ്പ് ലൈൻ റോഡ് നമുക്കൊന്ന് കാണാം. അത് പൂർണ്ണമായും തകർന്നു. ജൽജീവൻ മിഷന് വേണ്ടി പൈപ്പ് സ്ഥാപിക്കാൻ 3 കിലോമീറ്റർ ദൂരമാണ് റോഡ് പൂർണ്ണമായും പൊളിച്ചത്. പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞെങ്കിലും ടാറിംഗ് നടന്നില്ല. നിലവിൽ വാഹന ഗതാഗതം സാധ്യമല്ല. ടാർ ചെയ്തിരുന്ന റോഡാണോ എന്ന് പോലും തിരിച്ചറിയാനാവാത്ത വിധത്തിലാണ് റോഡ്. പാണഞ്ചേരിയിൽ നിന്ന് ജെയ്സൺ ചാമളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു. ജെയ്സൺ ചാമളപ്പിൽ, നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു റോഡ് ഇത്തിരി വൃത്തിയായിട്ടൊക്കെ ഒന്ന് പണിത് കഴിഞ്ഞാൽ പണ്ടത്തെ ബാലങ്കേ നായരുടെ സിനിമയിലെ വില്ലൻ കഥാപാത്രത്തെ പോലെ നായികയുടെ വീട്ടിലേക്ക് കയറി ആക്രമിക്കുന്ന ഒരു ഭാവമാണ് പലപ്പോഴും ഈ വാട്ടർ അതോറിറ്റിക്ക് ഉള്ളതെന്ന്. അത് കഴിഞ്ഞാൽ പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയില്ല. എന്താണ് പാണഞ്ചേരിയിൽ സംഭവിച്ചത്? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. സത്യത്തിൽ ഇങ്ങനെ ഒരു വിഷയമായി നമ്മൾ ഏറ്റെടുത്ത് പറഞ്ഞു. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ പാണഞ്ചേരി ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതിയത് കുറച്ചൊക്കെ പൊളിച്ചിട്ടുണ്ടാകും, കുറേ റോഡൊക്കെ ഉണ്ടാകും. പക്ഷെ സത്യത്തിൽ വന്നപ്പോൾ ഞെട്ടിപ്പോയി. ഏകദേശം 3 കിലോമീറ്റർ വഴിയിൽ റോഡ് എന്ന് പറഞ്ഞൊരു സംവിധാനമില്ല. റോഡ് നെടുകെ പിളർന്ന് അതിൽ പൈപ്പ് ഇട്ട ശേഷം പിന്നെ അങ്ങ് മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്. ഇവിടെ ഏകദേശം 150ഓളം 120 മുകളിൽ കുടുംബക്കാരുണ്ട്, വീട്ടുകാരുണ്ട്, നാട്ടുകാരൊക്കെയും വലിയ പ്രതീക്ഷ. നമുക്ക് ഇവിടെ അമ്മമാരുണ്ട്, അതുപോലെ തന്നെ വയസ്സായ ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ നേരിടുന്ന വലിയ പ്രതിസന്ധി. വാഹനം വിളിച്ചാൽ വരില്ല ഇവിടേക്ക്. അത്തരത്തിലുള്ള മോശം. എന്താ അമ്മ ഇവിടുത്തെ വിഷയം? എത്രയും പെട്ടെന്ന് മഴ വരുമ്പോഴേക്കും റോഡ് ശരിയാക്കണം. എന്നാൽ 2 കുട്ടികളെ ഇവിടെ വീഴുന്നു, നേഴ്സ് കുട്ടികൾ. അവരിങ്ങനെ ഇവിടെ വന്നത് എനിക്ക് വിഷമമായി. വീണു, ബൈക്കുമ്പോൾ വന്നു, ആ കുട്ടി വീണു. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ അരുത്തോടെ ആ കുട്ടികളെ വണ്ടി കൊണ്ടുവരുമ്പോൾ തെറ്റി പോകും. എനിക്ക് വിഷമമായി. എത്രയും പെട്ടെന്ന് ഈ വഴി ശരിയാക്കിയാൽ ഞങ്ങളുടെ കുട്ടികളൊക്കെ പഠിക്കാൻ പോകണമെന്നാണ് ഇതിലേ. ഇത് എത്ര നാളായി ചേട്ടാ ഇവിടെ? ഇത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞില്ലേ? 1.5 വർഷം ഈ റോഡിൻ്റെ ശോചാവസ്ഥ ഈ നിലയ്ക്ക് ഇങ്ങനെ ആയിട്ട്. ഇത് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല. ഇത് മാസങ്ങൾ നീണ്ടുപോവുക. ഒരു പണിക്കാരൻ പണി 2 മാസം പണിത് കഴിഞ്ഞാൽ അവരിട്ടിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞാൽ അടുത്ത കോൺട്രാക്ട് വരും. അടുത്ത കോൺട്രാക്ട് വന്നു കഴിഞ്ഞാൽ അവർ 2 മാസം കഴിയുമ്പോൾ അവരിട്ടിട്ട് പോകും. അങ്ങനെ ആയി ഇത് നീണ്ടു പോയിട്ട് ഞങ്ങൾ ഈ കരിപ്പക്കുന്ന് 23 വാർഡ് 22ാം വാർഡ് ശരിക്കും പറഞ്ഞാൽ ഈ കരിപ്പക്കുന്ന് പ്രദേശത്തിൻ്റെ എത്രയോ ആൾക്കാർ ഇതിലെ കടന്നു പോകുന്ന റോഡാണ്. ഇതിപ്പോഴും ശരിയായിട്ടില്ല. വളരെ മോശം അവസ്ഥയാണ്. അപ്പോൾ ചേച്ചി, ഇതിപ്പോൾ നിങ്ങൾ വണ്ടികളൊക്കെ വിളിച്ചവർ നിങ്ങൾ വലിയ അസുഖമൊക്കെ വന്ന ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഞങ്ങൾ ഏറ്റുകൊണ്ടുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ വരില്ലേ? ഓട്ടോറിക്ഷ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ ഒരു വാസ്തവം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ റേഷൻ കടയിലേക്ക് പോയതാണ്. അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കരിപ്പക്കുന്ന് ഭാഗത്തേക്കാണ് പോകേണ്ട ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ 60 രൂപ തരണേ, ഞങ്ങൾക്ക് 10-60,000 രൂപ ചിലവ് ഉണ്ട്, ഞങ്ങൾ എങ്ങനെയാണ് വണ്ടി കൊണ്ടുകൊണ്ട് പറഞ്ഞതെന്ന് ചോദിച്ചത്. ഇത് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടാ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-30 കിലോ അരിയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തലയിലേറ്റിട്ട് ഇവിടുന്ന് ഏറ്റിട്ട് ഞാൻ മനസ്സിലായി. അരുൺകുമാർ, ഇതാണ് യഥാർത്ഥ അവസ്ഥ. ഇപ്പോൾ നിരവധി നാട്ടുകാർ ഇവിടെ നമ്മളിവിടെ എത്തിയത് അറിഞ്ഞിട്ട് വന്നതാണ്. വളരെ മോശം അവസ്ഥയാണ്. റോഡ് വളരെ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഇനി വെയിലായാൽ പൊടിയും മഴയായാൽ ചെളിയും. മഴ ഇനിയിപ്പോൾ തുടങ്ങാൻ പോവാണ് 2 മാസത്തിനുള്ളിൽ. അതിനുള്ളിൽ ഒന്നും ഇവിടെ സംഭവിക്കാൻ സാധ്യതയില്ല. അത്രയേറെ തകർന്നു കിടക്കുന്നു. അതോടൊപ്പം തന്നെ കുഴിയായി കിടക്കുന്നു. വാഹനങ്ങൾ സ്ലിപ്പാവും. ഒരു അസുഖം വന്നാൽ പോലും വാഹനം വിളിച്ചാൽ ആരും വരാത്ത സ്ഥിതി. അത്രയേറെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ ഈ പ്രദേശങ്ങൾക്ക് മാറിയിരിക്കുന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം. അരുൺകുമാർ. ഓക്കെ, ഇതാണ് ജെയ്സൺ. ഇത് പാണഞ്ചേരിയിലെ മാത്രം കഥയല്ല കേട്ടോ. കേരളത്തിൽ ഉടനീളമുള്ള ഗ്രാമീണ റോഡുകളിൽ ജൽജീവൻ കണ്ണുവെച്ചോ വാട്ടർ അതോറിറ്റി കണ്ണുവെച്ചോ തീർന്നു.